വാഹനം പൊളിക്കൽ നയത്തിൽ മാറ്റം വരുത്താൻ നീക്കവുമായി കേന്ദ്ര സർക്കാർ. ഇനി കാലപ്പഴക്കം നിർണ്ണയിക്കാൻ വർഷത്തിനു പകരം മലിനീകരണ തോത്. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കാലാവധി കഴിഞ്ഞ വാഹനങ്ങൾ പൊളിക്കാനുള്ള നയത്തിൽ മാറ്റം വരുത്താൻ കേന്ദ്ര സർക്കാർ. 15 വർഷം കഴിഞ്ഞ വാഹനങ്ങൾ പൊളിക്കുന്ന സ്ക്രാപ്പേജ് നയത്തിൽ വർഷക്കണക്ക് ഒഴിവാക്കാനാണ് കേന്ദ്രത്തിന്റെ തീരുമാനം. കാലപ്പഴക്കം നിർണ്ണയിക്കാൻ വർഷത്തിനു പകരം മലിനീകരണ തോത് നിശ്ചയിക്കും. നിശ്ചിത പരിധിക്ക് മുകളിൽ മലിനീകരണ തോത് ഉയർന്ന വാഹനങ്ങൾ പൊളിക്കേണ്ടി വരും. ഇതിനായി നിയമ ഭേദഗതി കൊണ്ടുവരാനുള്ള ഒരുക്കത്തിലാണ് കേന്ദ്രം. 15 വർഷത്തിലധികം പഴക്കമുള്ള 35 ലക്ഷം വാഹനങ്ങൾ കേരളത്തിൽ ഉണ്ടെന്നാണ് കണക്ക്. ഇത്തരം വാഹനങ്ങൾ പൊളിക്കുന്നതിൽ നിന്ന് ഉടമകൾക്ക് രക്ഷ നേടാൻ പുതിയ നയം മൂലം സാധിക്കും. 2021 പുതിയ പൊളിക്കൽ നയം പ്രാബല്യത്തിൽ വന്ന ശേഷം 1 ലക്ഷത്തിലധികം വാഹനങ്ങളാണ് രാജ്യത്ത് പൊളിച്ചത്. കേരളത്തിലാകട്ടെ 2253 വാഹനങ്ങളും. വാഹനങ്ങൾ പൊളിക്കുന്നതിന് കേരളത്തിൽ 3 കേന്ദ്രങ്ങളാണ് തുടങ്ങുന്നത്. തെക്കൻ മേഖലയിലേത് തിരുവനന്തപുരത്ത് വരും. മധ്യവടക്കൻ മേഖലകളിൽ പൊളിക്കൽ കേന്ദ്രം തുടങ്ങുന്നതിനുള്ള ടെൻഡർ നടപടികൾ ഉടനുണ്ടാകും. 2021 ഓഗസ്റ്റിലാണ് പഴയ വാഹനങ്ങൾ പൊളിക്കാനായി കേന്ദ്ര സർക്കാർ നാഷണൽ വെഹിക്കിൾ സ്ക്രാപ്പേജ് പോളിസിക്ക് രൂപം നൽകിയത്. രാജ്യത്ത് കാലാവധി കഴിഞ്ഞതും മലിനീകരണം ഉണ്ടാക്കുന്നതുമായ വാഹനങ്ങൾ പരിസ്ഥിതി സൗഹാർദ്ദപരമായി നിർത്തലാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് പോളിസി പ്രഖ്യാപിച്ചത്. ഒരു വാഹനത്തിന്റെ രജിസ്ട്രേഷൻ കാലാവധി കഴിഞ്ഞാൽ ഉടൻ തന്നെ സ്ക്രാപ്പേജ് പോളിസി പ്രാബല്യത്തിൽ വരും. ഇതോടെ നിർബന്ധിത ഫിറ്റ്നസ് ടെസ്റ്റിന് വിധേയമാകേണ്ടി വരും. വാഹന ഉടമകൾക്ക് അവരുടെ പഴയ വാഹനങ്ങൾ ഉപേക്ഷിക്കാൻ പ്രോത്സാഹനം നൽകുന്ന രീതിയിലാണ് വാഹനം പൊളിക്കൽ നയം ക്രമീകരിച്ചിരിക്കുന്നത്. പഴയ വാഹനങ്ങൾ റീസൈക്കിൾ ചെയ്യുന്നത് സ്റ്റീൽ, പ്ലാസ്റ്റിക്, ചെമ്പ് തുടങ്ങിയ പ്രധാന വസ്തുക്കൾ വീണ്ടും ഉപയോഗിക്കാൻ സഹായിക്കും. ഇത് നിർമ്മാണ ചെലവ് കുറയ്ക്കുന്നതിനും ഇടയാക്കും. രാജ്യത്തെ വാഹന വിൽപ്പനയ്ക്ക് ഉത്തേജനം നൽകാനും ഈ നയം ലക്ഷ്യമിടുന്നുണ്ട്. പഴയ വാഹനങ്ങൾ പൊളിച്ച് പുതിയവ വാങ്ങുമ്പോൾ സംസ്ഥാനങ്ങൾ റോഡ് ടാക്സ് ഇനത്തിൽ 25% ഇളവ് അനുവദിക്കണമെന്നാണ് ചട്ടം. വാഹനം പൊളിക്കൽ നയം അനുസരിച്ച് യാത്രാ വാഹനങ്ങൾക്ക് 20 വർഷവും വാണിജ്യ വാഹനങ്ങൾക്ക് 15 വർഷവുമാണ് കാലാവധി. എന്നാൽ കേന്ദ്ര സർക്കാർ എത്ര ശ്രമിച്ചിട്ടും സ്വമേധയാ വാഹനം പൊളിക്കാൻ എത്തുന്നവരുടെ എണ്ണം വളരെ കുറവായിരുന്നു. ഇതോടെയാണ് പുതിയ നയം കേന്ദ്രം പ്രഖ്യാപിച്ചത്.